നമസ്കാരം. പി.കെ. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഗുരുതര വെളിപ്പെടുത്തലുകളുമായി പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥിയും മുൻ ലീഗ് നേതാവുമായ KS ഹംസ. ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. ഹൈദരലി ശിഹാബ് തങ്ങളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വേട്ടയാടിയതിന് പിന്നിൽ കുഞ്ഞാലിക്കുട്ടിയാണെന്ന് LDF സ്ഥാനാർത്ഥി KS ഹംസ. EDയെ കൊണ്ടുവന്നത് P.K. കുഞ്ഞാലിക്കുട്ടിയാണ്. കുഞ്ഞാലിക്കുട്ടിക്ക് തങ്ങളോട് നല്ല പകയുണ്ടായിരുന്നുവെന്നും KS ഹംസ ആരോപിച്ചു. ഹൈദരലി ശിഹാബ് തങ്ങളെ വഞ്ചിച്ചു. പാർട്ടി മുതലാളിയുടെ കയ്യിൽ 10 കോടി രൂപ നോട്ട് നിരോധനത്തിന്റെ സമയത്ത് കറൻസി ഉണ്ടായിരുന്നു. തിരുവനന്തപുരം വരെ കൊണ്ടുപോയി ചാക്കിലാക്കിയാണ് കൊണ്ടുപോയത്. കഴക്കൂട്ടം വരെ കൊണ്ടുപോയെങ്കിലും മാറിയെടുക്കാൻ പറ്റിയില്ല. തുടർന്ന് ഇബ്രാഹിം കുഞ്ഞിനെ വിളിച്ച് പൈസയുടെ ഉടമ ആവശ്യപ്പെട്ടതനുസരിച്ച് തങ്ങളെ പേരിലുള്ള ചന്ദ്രിക അക്കൗണ്ടിൽ നിക്ഷേപിച്ചു. ED കണ്ടെത്തിയതോടെ 3 കോടി പിഴയൊടുക്കി. ശരിയായ മാർഗത്തിലൂടെയാണെങ്കിൽ പിഴയൊടുക്കേണ്ടതില്ല. കുറ്റം സമ്മതിച്ചതാണ്, കള്ളപ്പണമാണെന്ന് സമ്മതിച്ചു. ഹൈദരലി ശിഹാബ് തങ്ങളെ പ്രതിയാക്കാൻ വേണ്ടി ഗൂഢാലോചന അരങ്ങേറുന്നത് അതിനുശേഷമാണെന്നും പണം നിക്ഷേപിക്കുമ്പോൾ ആ ഉദ്ദേശം ഉണ്ടായിരുന്നില്ലെന്നും, എന്നാൽ മുത്തലാഖ് ബില്ലിൽ വോട്ട് ചെയ്യാത്ത P.K. കുഞ്ഞാലിക്കുട്ടി കല്യാണത്തിന് വന്നപ്പോൾ ഹൈദരലി തങ്ങൾ ശാസിച്ചിരുന്നു. മാപ്പ് പറയിപ്പിച്ചു. പുറത്തു പറയാതിരിക്കാൻ കുഞ്ഞാലിക്കുട്ടി തങ്ങളെ സമ്മർദ്ദത്തിലാക്കി. മാപ്പ് പുറത്തു വന്നപ്പോൾ അടങ്ങാത്ത വിദ്വേഷവും ഉണ്ടായി. ലീഗിലെ ചില ആളുകൾ ഉണ്ടാക്കിയ അനധികൃത സ്വത്തുക്കളുടെ സംരക്ഷണത്തിന് വേണ്ടി സംഘപരിവാറുമായി അവർ ബന്ധമുണ്ടാക്കുന്നു. സംഘപരിവാർ സർക്കാരുമായി മുസ്ലിം ലീഗ് നേതൃത്വം ഒത്തുകളിച്ചു. 14 അവസരങ്ങൾ താൻ എണ്ണി പറയുന്നുണ്ടായിരുന്നു. മറുപടിയില്ല. നേതാക്കളെ തുറന്ന ചർച്ചയ്ക്ക് വിളിച്ചു, അപ്പോഴും വന്നില്ല. അണികൾക്കെങ്കിലും ഇതെല്ലാം വിശദീകരിച്ചു കൊടുക്കാൻ മുസ്ലിം ലീഗ് നേതൃത്വം ബാധ്യസ്ഥരാണ്. മുസ്ലിം ലീഗ് അണികളെ വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞാലിക്കുട്ടി നിയമസഭയിലേക്ക് മത്സരിക്കുന്നതിൽ ഹൈദരലി തങ്ങൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ലെന്നും ഹംസ വെളിപ്പെടുത്തിയിട്ടുണ്ട്.